തെന്നിന്ത്യൻ സിനിമകളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായിരുന്നു സിൽക്ക് സ്മിത. അപാരമായ ശരീര സൗന്ദര്യവും വശ്യമായ കണ്ണുകളും സിൽക്ക് സ്മിതയെ മറ്റു നടിമാരിൽ നിന്നും വേറിട്ട് നിൽക്കാൻ പ്രേരിപ്പിച്ചു. അന്നത്തെ കാലത്ത് സിനിമകളിലെ ഐറ്റം ഡാൻസുകളിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു സിൽക്ക് സ്മിത. സിൽക്ക് സ്മിത ജീവിച്ച കാലഘട്ടം ഒരുപക്ഷെ ഇന്നായിരുന്നുവെങ്കിൽ അവരെ ജനങ്ങൾ തോളിലേറ്റ് നടക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. കാരണം പോൺ സിനിമകളിലെ താരങ്ങൾക്ക് പോലും മികച്ച സ്വീകാര്യതയാണ് ജനം നൽകുന്നത്. അതിനാൽ തന്നെ സിൽക്ക് സ്മിത ജീവിച്ച കാലഘട്ടത്തിന്റെ പ്രത്യേകത മൂലം അവരെ ഓപ്പൺ ആയി അംഗീകരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നതാണ് നഗ്നസത്യം. എന്നാൽ ഇപ്പോൾ സിനിമാ ലോകം അവർ മരിച്ച് വർഷങ്ങൾക്ക് ശേഷം അവരെ ആദരിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും നിരവധി ഇന്റർവ്യൂകളും മറ്റും വരുന്നുണ്ട്. സിനിമാ മേഖലയിൽ എത്തിയ കാലം മുതൽ വിജയലക്ഷ്മി എന്ന സിൽക്കിനൊപ്പം ഗോസിപ്പുകളും കൂട്ടിനുണ്ടായിരുന്നു. തമിഴ് നിർമ്മാതാവും സംവിധായകയും നടിയുമായ ജയദേവി നൽകിയ ഇന്റർവ്യൂവിലെ ഒരു പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ആക്കിയിരിക്കുന്നത്. ഛായാഗ്രഹകനും നടനുമായ വേലു പ്രഭാകരന്റെ ഭാര്യയാണ് ശ്രീമതി ജയദേവി. തന്റെ ഭർത്താവുമായി സിൽക്ക് സ്മിതയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ അവർ തുറന്നു പറഞ്ഞു. ജയദേവി സംവിധാനം ചെയ്തു വേലു പ്രഭാകരനും സിൽക്ക് സ്മിതയും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പിക് പോക്കറ്റ് എന്ന സിനിമയുടെ യൂണിറ്റിൽ വെച്ചിട്ടാണ് ഇരുവരും സൗഹൃദത്തിൽ ആകുന്നത്. പല മുറുമുറുപ്പുകൾക്കും കാരണമായിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സിൽക്കും പ്രഭാകരും പോകുന്നത് കണ്ടാൽ ചാൾസ് രാജകുമാരനും ഡയാന രാജകുമാരിയും പോകുന്നത് പോലെയുണ്ട് എന്ന്. ഞാൻ എന്നാൽ അതൊന്നും അത്ര കാര്യമാക്കിയിരുന്നില്ല. ഞാനിത് പ്രഭാകരനോട് സംസാരിച്ചു. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് അപ്പോൾ പ്രഭാകരൻ പറഞ്ഞത്, അവൾക്ക് എന്നോട് പ്രണയമാണ്, എന്നാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അതൊരു പാവം പെണ്ണാണ് എന്നാണ്. എന്നാൽ ഒരിക്കൽ വേലു പ്രഭാകരൻ ഒരു ചാനലിന് ഇന്റർവ്യൂ നൽകിയപ്പോൾ പറഞ്ഞത് സിൽക്ക് സ്മിതയ്ക്ക് തന്നോട് അഗാധമായ പ്രണയമായിരുന്നു എന്നും ഒരിക്കൽ ഷൂട്ടിംഗ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് നേരം വളരെ വൈകി. അന്ന് അവർ തനിക്കായി ഉപ്പുമാവ് ഉണ്ടാക്കി എന്നും അന്ന് ഞാൻ അവരോടൊപ്പം ആണ് കഴിഞ്ഞത്. സിൽക്ക് സ്മിതയുമായി ഒരു രാത്രി വളരെ അമൂല്യമായിരുന്നെന്നും പിറ്റേ ദിവസം ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നിയെന്നും പ്രഭാകരൻ ആ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തി. ഭർത്താവ് പ്രഭാകരൻ തന്നെ വഞ്ചിച്ചെന്ന് ജയദേവി ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തി. ആ വഞ്ചന തന്നെ വളരെയധികം ബാധിച്ചെന്നും ജയദേവി പറയുന്നു. വിടർന്ന കണ്ണുകളും ആകർഷകമായ ചിരിയും മാദക സൗന്ദര്യവും കൊണ്ട് 80കളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം അടക്കിവാണ താരറാണിയായിരുന്നു സിൽക്ക് സ്മിത. മറ്റേത് നടിമാരെക്കാളും താരപദവി ആഘോഷിച്ചിരുന്ന താരം. ഒടുവിൽ ആരോടും ഒന്നും പറയാതെ മരണത്തിലേക്ക് സ്വയം നടന്നകന്നപ്പോൾ സിൽക്കിന് മാത്രമല്ല സിനിമാ ലോകത്തിന് തന്നെ തീരാ നഷ്ടമായി. സിൽക്ക് സ്മിതയുടെ മരണത്തെ സംബന്ധിച്ച് സുഹൃത്തായിരുന്ന നടി അനുരാധ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസം സ്മിത തന്നെ ഫോണിൽ വിളിച്ചിരുന്നെന്നും വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചിരുന്നെന്നും അനുരാധ ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. രാത്രി 9:30യോടെയാണ് സ്മിത വിളിച്ചത്. കാര്യം തിരക്കിയപ്പോൾ ഒന്നുമില്ല, വീട്ടിലേക്ക് വാ, കുറച്ച് സംസാരിക്കണം എന്നാണ് സ്മിത പറഞ്ഞത്. ഭർത്താവ് വീട്ടിലില്ലാത്തതിനാൽ രാവിലെ വന്നാൽ മതിയോ എന്ന് താൻ ചോദിച്ചു. രാത്രി വരാൻ നിർബന്ധിച്ചെങ്കിലും പിന്നീട് രാവിലെ വന്നാൽ മതിയെന്നും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും സ്മിത പറഞ്ഞെന്ന് അനുരാധ വെളിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ TV വെച്ചപ്പോൾ സ്മിതയുടെ മരണവാർത്തയാണ് അറിഞ്ഞതെന്ന് അനുരാധ പറഞ്ഞു. എന്താണ് സ്മിത പറയാനിരുന്നതെന്ന് അറിയില്ല. ആശുപത്രിയിൽ പോയപ്പോൾ കണ്ട കാഴ്ച സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു സ്ട്രക്ചറിൽ മീഡിയം ടോപ്പും ഇട്ടാണ് സ്മിത കിടന്നത്. മൃതദേഹത്തിന്റെ മുഖത്തെല്ലാം ഈച്ചകളായിരുന്നു. കോടാനുകൂടി പേർ കാണാൻ ആഗ്രഹിച്ച സ്മിതയുടെ ശരീരത്തിൽ ഈച്ചയാർക്കുന്നു. താനും വിദ്യാമ്മയും ഓടിപ്പോയി ഒരു തുണിയെടുത്ത് വീശിയെന്നും അത് മറക്കാൻ കഴിയില്ലെന്നും അനുരാധ പറഞ്ഞു. വിജയലക്ഷ്മിയിൽ നിന്നും സിൽക്ക് സ്മിതയിലേക്കുള്ള യാത്ര അസൂയാവഹമായിരുന്നു. സിനിമയെ വെല്ലുന്നതായിരുന്നു സിൽക്കിന്റെ ജീവിതം. 1960 ഡിസംബർ 2 ആന്ധ്രയിലെ എളൂര് ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് സ്മിത ജനിച്ചത്. വിജയലക്ഷ്മി എന്നായിരുന്നു യഥാർത്ഥ പേര്. വീട്ടിലെ സാമ്പത്തിക പരാധീനതകളെ തുടർന്ന് 8 വയസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. ചെറുപ്രായത്തിൽ വിവാഹിതയായെങ്കിലും ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്ന് ബന്ധം ഉപേക്ഷിച്ച് ചെന്നൈയിൽ എത്തി. ഒരു നടിയുടെ ടച്ചപ്പ് ആർട്ടിസ്റ്റായി സിനിമയിലെത്തി. വൈകാതെ ചെറിയ റോളുകളിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചു. സംവിധായകനും നടനുമായ വിനു ചക്രവർത്തിയാണ് വിജയലക്ഷ്മിയുടെ യാത്ര സിൽക്ക് സ്മിതയിലേക്ക് കൊണ്ടെത്തിച്ചത്. 1980 തമിഴിൽ പുറത്തിറങ്ങിയ വണ്ടിച്ചക്രം എന്ന ചിത്രമാണ് ജീവിതം മാറ്റിമറിച്ചത്. സിൽക്ക് എന്ന ചാരായ വിൽപ്പനക്കാരിയായി വിജയലക്ഷ്മി അരങ്ങ് തകർത്തു. ആ ചിത്രത്തിന് ശേഷം സിൽക്ക് സ്മിത എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു താരം. വണ്ടിച്ചക്രം വിജയമായതോടെ സ്മിതയെ തേടി നിരവധി അവസരങ്ങളെത്തി. എന്നാൽ എല്ലാം സമാന രീതിയിലുള്ള കഥാപാത്രങ്ങളായിരുന്നു. ശ്രദ്ധേയമായ രൂപവും ലൈംഗിക ആകർഷണവും സൗത്ത് ഇന്ത്യൻ സിനിമകളിലെ മാദക സൗന്ദര്യം ആയി സ്മിത വാഴ്ത്തപ്പെട്ടു.
1982 പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രമായ മൂൻറുമുഖം ആണ് സിൽക്ക് സ്മിതയുടെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായത്. ബോൾഡ് വസ്ത്രധാരണത്തിലൂടെയും മാദക നൃത്തരംഗങ്ങളിലൂടെയും താരം തിളങ്ങി. 80കളിലും 90കളിലും ചിത്രത്തിലെ നായക നടന്മാർ ഏത് സൂപ്പർ സ്റ്റാറുകളായാലും അതിൽ സിൽക്കിന്റെ ഒരു ഗാനരംഗം ഉറപ്പായിരുന്നു. 17 വർഷക്കാലം നീണ്ടുനിന്ന അഭിനയ ജീവിതത്തിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 450-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. സകലകല വല്ലഭൻ, മൂന്നാം പിറൈ, പായും പുലി, തങ്കമകൻ എന്നീ ചിത്രങ്ങൾ എന്നും ഓർമ്മിപ്പിക്കുന്നതാണ്. വിനു ചക്രവർത്തിയും ഭാര്യയും ആണ് സ്മിതയുടെ വളർച്ചയ്ക്ക് പിന്നിൽ. സ്മിതയെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഡാൻസും അഭിനയവും പഠിക്കാൻ സൗകര്യം ഒരുക്കി. വിദ്യാഭ്യാസം കുറവായിരുന്നിട്ട് പോലും ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്മിതയുടെ കഴിവ് സഹപ്രവർത്തകരെ പോലും അതിശയിപ്പിച്ചിരുന്നു. വിജയപ്പടവുകൾ കയറുമ്പോൾ സാധാരണയുണ്ടാകുന്നത് പോലെ സിൽക്കിന് ചുറ്റും കഥകളും അപവാദങ്ങളും നിറഞ്ഞു. വ്യക്തിജീവിതം തികച്ചും വിഷാദപരമായിരുന്നു. തിരക്കുള്ള നടിയായിരുന്നുവെങ്കിലും വ്യക്തിബന്ധങ്ങൾ വളരെ കുറവായിരുന്നു. മരണത്തിനു മുൻപ് അവസാനമായി സ്മിത വിളിച്ചത് ഉറ്റ സുഹൃത്തും നൃത്ത സംവിധായകയും നടിയുമായ അനുരാധയെ ആയിരുന്നു. അടുത്ത ദിവസം തമ്മിൽ കാണാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും 96 സെപ്റ്റംബർ 23-ന് സ്മിത ചെന്നൈയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണം എന്നായിരുന്നുവെങ്കിലും സ്മിതയുടെ അപ്രതീക്ഷിത മരണത്തിലെ ദുരൂഹത ഇന്നും ബാക്കിയാണ്. മോർച്ചറി കിടക്കയിൽ പോലും സിൽക്കിനെ വെറുതെ വിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോഴും സ്ഥിതി മറിച്ചായിരുന്നില്ല. മറ്റേത് നടിമാരെക്കാളും താരപദവി ആഘോഷിച്ചിരുന്നവൾ സിൽക്ക് സ്മിത. ആന്ധ്രയിലെ എലൂരിൽ നിന്ന് കോടമ്പക്കത്തെത്തിയ വിജയലക്ഷ്മി ആരാധക കോടികളുടെ സിൽക്കായി വളർന്നത് സിനിമാ കഥയെ വെല്ലുന്ന ജീവിതാനുഭവങ്ങളിലൂടെയാണ്. വിജയലക്ഷ്മിയിൽ നിന്ന് സ്മിതയിലേക്കും അവിടെ നിന്ന് സിൽക്ക് സ്മിതയിലേക്കുമുള്ള അവളുടെ യാത്ര ഏത് ഫ്രെയിമുകൾക്കും അപ്പുറം നിൽക്കുന്ന ഒരു ചലച്ചിത്ര കാവ്യം പോലെയാണ്. ഒരു കാലത്ത് സിൽക്ക് സ്മിതയുടെ ഗാനരംഗങ്ങൾ ഇല്ലാത്ത സിനിമകളെപ്പറ്റി തെന്നിന്ത്യക്ക് ചിന്തിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. സിൽക്കിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത ഇന്ത്യൻ സിനിമാ ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. തമിഴ്നാട്ടിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും നടനുമായ ബൈൻവാൽ രംഗനാഥൻ സിൽക്കിന്റെ മരണത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മുൻപ് നടത്തിയ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാകുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി എത്തിച്ച സിൽക്കിന്റെ നഗ്നമായ മൃതദേഹം പീഡിപ്പിക്കപ്പെട്ടതിന് സാധ്യതയേറെ എന്നാണ് ബൈൽവൻ രംഗനാഥൻ പറയുന്നത്. മോർച്ചറിയിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്തുമുള്ള ജീവനക്കാർ മദ്യപിച്ചാണ് ജോലി ചെയ്യുന്നത്. അതിന് കാരണം ബോധത്തോടെ അവിടെ നിൽക്കാനാവില്ല എന്നതാണ്. ഇന്നത്തെ പോലെ വൃത്തിയുള്ള ചുറ്റുപാടായിരുന്നില്ല അന്ന് മദ്രാസിലെ മോർച്ചറികളുടേത്. വൃത്തിഹീനവും ദുർഗന്ധവും വമിക്കുന്നതുമായ ഇടങ്ങളായിരുന്നു അത്. മൃതദേഹങ്ങളിൽ നിന്നുള്ളതും മരുന്നുകളുടെയും രക്തത്തിന്റെയും ഒക്കെയായി ദുർഗന്ധവും വൃത്തിഹീനവുമായ അന്തരീക്ഷം. അവിടെ ജോലി ചെയ്യുന്നവർക്ക് സ്വബോധത്തോടെ നിൽക്കാനാവില്ല. രാവിലെ ജോലിക്ക് കയറുന്ന സമയം മുതൽ അവിടെയുള്ള ജീവനക്കാർ മദ്യപിച്ചായിരിക്കും നിൽക്കുന്നത്. സാധാരണയായി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഡോക്ടർ സമീപത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമേയുള്ളൂ. ശരീരം കീറിമുറിക്കുന്നതും ആന്തരികാവയവങ്ങളിൽ നിന്നും പരിശോധനയ്ക്കും മറ്റും എടുക്കുന്നതും മൃതദേഹം വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നതും കുളിപ്പിച്ച് വൃത്തിയാക്കി വെള്ളത്തുണിയിൽ പൊതിയുന്നതുമെല്ലാം ജീവനക്കാരാണ്. വളരെ ധൈര്യം വേണ്ട ജോലിയാണത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർ മദ്യപിക്കുന്നതിൽ ഡോക്ടർമാരും അധികൃതരും നടപടി സ്വീകരിക്കാറില്ല. സിൽക്ക് സ്മിതയുടെ ജീവനറ്റ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോഴും സ്ഥിതി മറിച്ചായിരുന്നില്ല. വെള്ളിത്തിരിയിൽ കൺകുളിർക്കെ കണ്ട അംഗലാവണ്യങ്ങളിൽ മതിമറന്നവരായിരുന്നു അന്നത്തെ അവരുടെ പുരുഷ ആരാധകരൊക്കെ തന്നെ. 35-ാം വയസ്സിലാണ് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുന്നത്. സൗന്ദര്യം കൊണ്ടും ഉടലഴക് കൊണ്ടും അപ്പോഴും അവർ താരറാണിയായിരുന്നു. സിൽക്ക് സ്മിതയുടെ മൃതദേഹം പോലീസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എത്തിച്ചു. മദ്യം തീർത്ത ബോധത്തിനും അബോധത്തിനുമിടയിലെ നേർരേഖയിൽ നിൽക്കുന്നവനിലെ മൃഗം ഉണർന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അവളുടെ ജീവനറ്റ ശരീരത്തെ പ്രാപിച്ചിരിക്കാമെന്നും പറയുകയാണ് ബൈൽവൻ രംഗനാഥൻ. സിൽക്ക് സ്മിതയെക്കുറിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ പലയിടത്തു നിന്നും കേട്ടിട്ടുള്ളതാണെന്നും അതിൽ വാസ്തവമുണ്ടെങ്കിലും അസത്യങ്ങളും ഇടം പിടിക്കാമെന്നും അദ്ദേഹം ബൈൻവെൽ രംഗനാഥൻ പറയുന്നു. ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ മാദക റാണി എന്ന് പറയാവുന്ന ഒരു നടി തന്നെയായിരുന്നു സിൽക്ക് സ്മിത. താരത്തിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത സിനിമാ ലോകത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലായിരുന്നു. ഇപ്പോൾ സിൽക്കിന്റെ മരണത്തിന് ശേഷമുള്ള സംഭവത്തെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ ആണ് നടനും മാധ്യമ പ്രവർത്തകനുമായ ബൈൽവൻ രംഗനാഥ് പറയുന്നത്.